ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാധികാസ് കിച്ചൺ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി സോഫ്റ്റുമായ ഹോൾ വീറ്റ് ചോക്ലേറ്റ് കേക്കാണ്. ഈ കേക്ക് ഞാൻ ചപ്പാത്തി മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെസിപ്പി കാണുന്ന മുമ്പ് ഇതുപോലെയുള്ള പാചകക്കുറിപ്പിന് വേണ്ടി താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഹോൾ വീറ്റ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് 1/4 കപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ്, 1/3 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ വേണ്ടത് ഒരു മുട്ട, 1/2 കപ്പ് തൈര്, 1 ടീസ്പൂൺ വാനില എസൻസ്, 4 ടേബിൾ സ്പൂൺ ബട്ടർ, നല്ല സോഫ്റ്റ് ആയ ബട്ടറാണ് എടുത്തിരിക്കുന്നത്, 1/2 കപ്പ് ബ്രൗൺ ഷുഗർ, 1/2 കപ്പ് പഞ്ചസാര, പിന്നെ 1/2 കപ്പ് നല്ല കട്ടൻ കാപ്പിയാണ് ഈ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്നത്. കേക്കിന്റെ മാവ് ഉണ്ടാക്കണ മുമ്പ് ഓവനെ 180 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് ചൂടാക്കാൻ വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഗോതമ്പ് മാവും കൊക്കോ പൗഡറും അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മിക്സിയില് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് സോഫ്റ്റ് ആയ ബട്ടർ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് അടിച്ചെടുക്കാം. ബട്ടർ അടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ബ്രൗൺ ഷുഗർ, ഒരു മുട്ട, തൈര്, വാനില എസൻസ് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കാം. മിക്സിയിൽ ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് മാവിനെ ഇട്ടിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്തു വെച്ചിരുന്ന കാപ്പി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്കിന്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ കേക്കിന്റെ മാവിനെ ഒരു പാനിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 9 ഇഞ്ച് കേക്ക് പാൻ എടുത്തിട്ട് എല്ലാവിടെയും ബട്ടർ തേച്ച് കൊടുത്തിട്ട് നമ്മളെ കേക്കിന്റെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കേക്കിന്റെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. ഇനി ഓവനിൽ 30 തൊട്ട് 35 മിനിറ്റ് ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 35 മിനിറ്റ് കഴിഞ്ഞു. കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് റെഡിയായോ നോക്കാൻ കേക്കിന്റെ നടുക്ക് ഒരു ടൂത്ത്പിക്കോ അല്ല ഒരു കത്തി വെച്ച് കുത്തി നോക്കണം. ടൂത്ത്പിക്കിൽ മാവൊന്നും ഇല്ലെങ്കിൽ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. കേക്ക് നന്നായി തണുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുണ്ട്. കേക്ക് നല്ല ടേസ്റ്റ് ആണ്. ഇത് നിങ്ങൾ ഷുവറായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഫ്രണ്ട്സ്, ഹോൾ വിത്ത് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഷുവറായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്കും ഷെയറും ചെയ്യണം. ഇതുപോലെയുള്ള പാചകക്കുറിപ്പിന് വേണ്ടി താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.